ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കഴിഞ്ഞ വർഷം ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഏത് രീതിയിലാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഓരോ ആക്ടിവിറ്റി ആയി നോക്കാം. ആക്ടിവിറ്റി 1, description. Tingu the cat is sitting on a rock. He is watching the morning sky. What does he see there? Write the space given below. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് എന്താണ്, ടിങ്കു എന്ന് പറയുന്ന ഒരു പൂച്ച ഒരു റോക്കിൻ്റെ മേലെ, ഒരു കല്ലിൻ്റെ മേലെ ഇരിക്കുകയാണ്. അവൻ എന്താണ് കാണുന്നത്? മോർണിംഗ് സ്കൈനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്തെല്ലാം കാഴ്ചകളാണ് ടിങ്കു കാറ്റ് കണ്ടിട്ടുണ്ടാവുക എന്നത് നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ ഡാഷ് സ്കൈ. എന്ത് സ്കൈനെയാണ് നോക്കുന്നത്? മോർണിംഗ് സ്കൈ ആണ്. അപ്പോൾ നമുക്ക് അവിടെ മോർണിംഗ് എന്ന് എഴുതാം. ഇനി രണ്ടാമത്തേത് ദ ഡാഷ് ആർ ഫ്ലൈയിങ്. അപ്പോൾ ആ ചിത്രത്തിൽ എന്താണ് പറക്കുന്നത്? ബേർഡ്സ് ആണ്. അപ്പോൾ ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. ഇനി മൂന്നാമത്തേത് ദർ ആർ സം ഡാഷ് ഇൻ ദ സ്കൈ. അപ്പോൾ എന്താണ്, സ്കൈയിൽ എന്താണുള്ളത്? ക്ലൗഡ്സ് ആണുള്ളത് ആ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ദർ ആർ സം ക്ലൗഡ്സ് ഇൻ ദ സ്കൈ. ഇനി രണ്ട് വരി നമ്മളോട് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെഴുതാം? ആ ചിത്രം നോക്കിയിട്ട് ടിങ്കു ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക്. അതായത് എന്താ, ടിങ്കു എന്താണ്, കല്ലിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് എഴുതാം ദർ ആർ സം ട്രീസ്. അതും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ചിത്രം നോക്കിയിട്ട് കൂട്ടുകാർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശീലിക്കണം. ആക്ടിവിറ്റി 2, കോൺവേഴ്സേഷൻ, സംഭാഷണം. മിന്നി റിട്ടേൺ home after Sonu's birthday party. Minnie talks to her mother about it. Complete the conversation between മിന്നി ആൻഡ് ഹെർ മദർ. അപ്പം മിന്നിയും അവളുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണം നമ്മളോട് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വീട്ടിൽ നിന്ന് റിട്ടേൺ ചെയ്തിട്ട് അതിന് ശേഷം സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ട് അവളും അമ്മയും തമ്മിൽ അതുമായി സംസാരിക്കുന്ന ഒരു ഭാഗം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മദർ ചോദിക്കുകയാണ്, മിന്നി ഇറ്റ്സ് ഓൾമോസ്റ്റ് നൈറ്റ്, വേർ ഡിഡ് യു ഗോ മൈ ഡിയർ. മിന്നി, ഇപ്പോൾ ഏകദേശം നൈറ്റ് ആവാനായി നീ എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്? അപ്പോൾ മിന്നി എന്താണ് പറയുന്നത്? ഐ വെൻറ്റ് ടു ഡാഷ്. അപ്പോൾ ഡാഷിൻ്റെ അവിടെ നമുക്ക് എന്തെഴുതാം? ഐ വെൻറ്റ് ടു സോനൂസ് ഹോം. സോനൂസ് ഹോം എന്നെഴുതാം. അപ്പോൾ മദർ ചോദിക്കുകയാണ്, ഹൂ ഈസ് സോനു? ആരാണ് സോനു? അപ്പോൾ മിന്നി എന്താണ് പറയുക? ഹീ ഈസ് മൈ ഡാഷ്. എന്താണ്? ഹീ ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി മദർ ചോദിക്കുകയാണ്, ഓക്കെ ദെൻ വൈ ഡിഡ് യു ഗോ ടു ഹിസ് ഹൗസ്? എന്തിനാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ മിന്നി എന്താ പറയുക? ടുഡേ ഈസ് സോനൂസ് ബർത്ത്ഡേ. ഇന്ന് അവളുടെ എന്താണ്, ബർത്ത്ഡേ ആണ്. മദർ, ഹൗ വാസ് ദ ബർത്ത്ഡേ പാർട്ടി? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി? അപ്പോൾ മിന്നി പറയാണ് ഗ്രേറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 3, ഐ ക്യാൻ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, വാട്ട് ആർ ദേ സേയിങ്? ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത്? റൈറ്റ് ഇൻ ദ സ്പീച്ച് ബബിൾസ്. അപ്പോൾ സ്പീച്ച് ബബിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ഔളിൻ്റെ ചിത്രം കൊടുത്തിട്ട് ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രി കാണാൻ കഴിയും. ഇനി എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു ഡക്കിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഐ കാൺട്ട് സീ അറ്റ് നൈറ്റ്. എനിക്ക് രാത്രി കാണാൻ കഴിയില്ല. ബട്ട് ഐ ക്യാൻ. എന്താണ് ഡക്കിന് കഴിയുന്നത്? ബട്ട് ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. അപ്പോൾ സ്വിം എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി അവിടെ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ലയണിൻ്റെ ചിത്രമാണ്. ഐ ക്യാൻ റോർ. എന്താണ്? എനിക്ക് ഗർജിക്കാൻ കഴിയും. ഇനി എന്താ? ഫോക്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഐ കാൺട്ട് സ്വിം ബട്ട് ഐ ക്യാൻ റൺ. എനിക്ക് നീന്താൻ കഴിയില്ല, പക്ഷെ എനിക്ക് ഓടാൻ കഴിയും. ആക്ടിവിറ്റി 4, ആഡ് മോർ ലൈൻസ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം. സാം ആൻഡ് ലിസി ഗോട്ട് ന്യൂ ഫ്രണ്ട്സ്. സാമിനും ലിസിക്കും പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ദ വർ വെരി ഹാപ്പി. അവർ ഒരുപാട് സന്തോഷത്തിലാണ്. ദേ ബിഗാൻ ടു സിങ്. അവർ പാടാൻ തുടങ്ങി. ആഡ് മോർ ലൈൻസ് ആൻഡ് സിങ് വിത്ത് ദം. അപ്പോൾ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് അവരോടൊപ്പം പാടും. അപ്പോൾ എന്താണ് അവർ കൊടുത്തിട്ടുള്ള വരികൾ എന്ന് നോക്കാം. വി ഗോട്ട് ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ്, വി ഗോട്ട് എ ഡോൾ, ഇറ്റ് ക്യാൻ സിങ്. അതാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി വേറെ ചിത്രം എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു 2 കുട്ടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവർ ടോയുമായി കളിക്കുന്നതാണ് കൊടുക്കുന്നത്. വി ഗോട്ട് ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ്, വി ഗോട്ട് എ എന്താണ് കിട്ടിയിട്ടുള്ളത്? വി ഗോട്ട് എ ടോയ് ആൻഡ് ഇറ്റ് ക്യാൻ ഡാൻസ്. അപ്പോൾ ഇങ്ങനെയാണ് വരികൾ കൂട്ടിച്ചേർക്കേണ്ടത്. ഇനി അടുത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടെഡ്ഡി ബിയറിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഗോട്ട് ഫ്രണ്ട്സ്, വി ആർ ഫ്രണ്ട്സ്, വി ഗോട്ട് എ ടെഡ്ഡി ബിയർ, ഇറ്റ് ക്യാൻ റൺ.
ഇനി ആക്ടിവിറ്റി 5 ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ക്രോസ് വേർഡ് പസിൽ. അതായത് പസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരുപാട് പസിൽ. അപ്പോൾ അതുപോലുള്ള ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് റൂംസ് ഫ്രം ദ ക്ലൂസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കുറച്ച് ക്ലൂകൾ കൊടുത്തിട്ടുണ്ട്. റൂമുകളുടെ പേര്. അതായത് ക്രോസ് പസിലിൽ എഴുതേണ്ടത് റൂമുകളുടെ പേരുകളാണ്. അപ്പോൾ അതിന് ക്ലൂ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്രോസ്, ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ എഴുതാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ റൂം ടു കുക്ക്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഏത് റൂമിൽ വെച്ചിട്ടാണ്? കിച്ചനാണ്. അപ്പോൾ കിച്ചൺ എന്ന് നേരെ എഴുതുക, അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തേത് റൂം ടു സ്റ്റോർ തിങ്സ്, അതായത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ. സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന റൂം എന്താ പറയുന്നത്? സ്റ്റോർ റൂം എന്നാണ്. അപ്പോൾ സ്റ്റോർ റൂം എന്ന് അതിൻ്റെ നേരേക്ക് എഴുതുക. ഇനി ഡൗൺ താഴേക്ക് എഴുതാനുള്ളതാണ്. പ്ലേസ് ടു ടേക്ക് ബാത്ത്, അതായത് കുളിക്കുന്നത് ഏത് റൂമിലാണ്? ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂം എന്ന് എഴുതാം. ഇനി റൂം ടു വെൽക്കം ഗസ്റ്റ്, വെൽക്കം അതായത് ഗസ്റ്റുകളെയൊക്കെ സ്വാഗതം ചെയ്യുന്നത് ഏത് റൂമിലാണ്? ഡ്രോയിങ് റൂമാണ്. അപ്പോൾ ഡ്രോയിങ് റൂം എന്ന് എഴുതാം. ഇനി അടുത്തത് അഞ്ചാമത്തത് റൂം ടു സ്ലീപ്പ്, ഉറങ്ങാൻ ഏത് റൂമാണ്? ബെഡ്റൂമാണ്. അപ്പോൾ അങ്ങനെ താഴേക്ക് ബെഡ്റൂം എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് വേർഡ് പസിൽ പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ കോൺവെർസേഷൻ എഴുതാനുള്ളത്, ക്രോസ് വേർഡ് പസിൽ, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോകണം. കാരണം അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളാണ് എക്സാമിനൊക്കെ വരാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.